ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേയുള്ള എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. ഒന്നേയുള്ള എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. മാനം ധനമി മണ്ണിൻ മഹിമകളൊന്നും ശാന്തിയെ നൽകാതെ. മാനം ധനമി മണ്ണിൻ മഹിമകളൊന്നും ശാന്തിയെ നൽകാതെ. ദാഹം പെരുകും കണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക. ദാഹം പെരുകും കണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക. ഒന്നേയുള്ള എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. നീർത്തോടുകളിൽ മാനേ പോലെ മാനസമീശനിൽ സുഖം തേടി. നീർത്തോടുകളിൽ മാനേ പോലെ മാനസമീശനിൽ സുഖം തേടി. വറ്റാ ജീവജലത്തിൻ നദിയൻ വറുമയകറ്റി നിർവൃതിയരുളി. വറ്റാ ജീവജലത്തിൻ നദിയൻ വറുമയകറ്റി നിർവൃതിയരുളി. ഒന്നേയുള്ള എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ.
സ്നേഹം പൂർണ്ണേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട, കർത്താവിൻ്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട വിശ്വാസികൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ മരണം അഗ്നിനരകമാണ്, ഗന്ധക തീപ്പൊയ്കയാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർക്ക് അഗ്നിനരകത്തിലേക്ക് പോകണ്ട. സ്തോത്രം! എത്രയോ ഭാഗ്യകരമായൊരവസ്ഥയാണത്. അത് കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായി തൻ്റെ പരസ്യശുശ്രൂഷ നാടിൽ അത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ഒന്നാമത്തെ പുനരുത്ഥാനം അത് അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അപ്പോസ്തലൻ അത് വിവരിക്കുന്നുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. എത്ര മനോഹരമായ സംഭവം പ്രിയപ്പെട്ടവർ! ഞാൻ ആലോചിക്കാറുണ്ട്, ആ മഹൽ കർമ്മം നടക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ, അസ്തവത്തിൽ ഹാബേൽ മുതൽ വാങ്ങിപ്പോയ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുന്നു. സ്തോത്രം! 6000 വർഷങ്ങൾക്കപ്പുറം രക്തസാക്ഷിയായി തീർന്ന ഈ ഭൂമിയിലെ രക്തസാക്ഷിയായ ആദ്യത്തെ ആള് ഹാബേൽ. ആ ഹാബേൽ മുതലുള്ള വിശുദ്ധന്മാർ ആ സമയം വരെയും വാങ്ങിപ്പോയിരിക്കുന്ന സകല വിശുദ്ധന്മാരും എന്ന് ഉയർക്കും. ജീവനോടെ ഇരിക്കുന്നവരായ നാം അന്ന് കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ രൂപാന്തരപ്പെടും. രണ്ടു കൂട്ടരും ഒന്നിച്ച് പറക്കും. മരിച്ചവർ ഉയർക്കുന്നു, ജീവനോടെയുള്ളവർ രൂപാന്തരപ്പെടുന്നു. രണ്ടു കൂട്ടരും ഒന്നിച്ച് പറക്കുന്നു, കർത്താവിലേക്ക് ചെല്ലുന്നു, മധ്യാകാശത്തിലേക്ക് ചെല്ലുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര ശ്രേഷ്ഠമേറിയ ഒരു അനുഭവമാണ്! ആ പൊരുളിൻ്റെ നിഴലാണ് താബോർ മലയിൽ നാം കാണുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ 12 അപ്പോസ്തലന്മാരിൽ 3 പേര്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 പേരെ കൂട്ടിക്കൊണ്ട് താബോർ മലയിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ കർത്താവായ യേശുക്രിസ്തു 3 അപ്പോസ്തലന്മാരെ കൂട്ടിക്കൊണ്ടവർ 4 പേര് മറുരൂപമലയിലേക്ക്, താബോർ മലയിലേക്ക് പോയി. അടുത്ത വാക്യം, അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ജീവനോടെ ഇരിക്കുന്ന, അപ്പോൾ ജീവിക്കുന്ന, താൻ തിരഞ്ഞെടുത്ത പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 ശിഷ്യന്മാരുടെ മുൻപാകെ താൻ രൂപാന്തരപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ രൂപാന്തരപ്പെടും. മറുരൂപമലയിൽ കർത്താവ് യേശുക്രിസ്തു രൂപാന്തരപ്പെട്ടെങ്കിൽ അവരുടെ കണ്ണിന് കാണുവാൻ തക്കവണ്ണം അവരുടെ സ്വന്തം കണ്ണുകൊണ്ട് അവർ കണ്ടു. കർത്താവ് രൂപാന്തരപ്പെട്ടു. എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത്? അടുത്ത വാക്യം, അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവനെ അതുവരെയും കണ്ടവരല്ലേ അപ്പോസ്തലന്മാര്? കർത്താവിൻ്റെ പരസ്യശുശ്രൂഷ നാളിൽ ഒരു പ്രധാന പങ്കും കഴിഞ്ഞല്ലോ. എത്രയോ നാളുകളായി അവരോട് വസിക്കുന്നവരാണ്, കൂടെ കഴിയുന്നവരാണ് ഈ ശിഷ്യന്മാർ. അവരുടെ മുൻപാകെ അവൻ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അവരുടെ കണ്ണാലേ അവർ കാണുകയാണ്. സഹോദരങ്ങളെ, എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആത്മക്കണ്ണുകൾ തുറന്ന് നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് നോക്കുക. കർത്താവിൻ്റെ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നാം രൂപാന്തരപ്പെടും. തീർന്നില്ല. 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. മോശ മരിച്ചവരുടെ പ്രതിനിധിയാണ്, ഏലിയാവ് ജീവനുള്ളവരുടെ പ്രതിനിധിയാണ്. പത്രോസോ, യാക്കോബോ, യോഹന്നാനോ മോശയെയോ ഏലിയാവിനെയോ കണ്ടിട്ടില്ല. എന്നാൽ അവർ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന യേശുവിനോട് സംഭാഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് മോശയാണ്, ഇത് ഏലിയാവാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ആ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുമോ?
പുനരുത്ഥാനം പ്രാപിക്കുന്ന മനുഷ്യൻ. സ്തോത്രം. പ്രിയപ്പെട്ടവര്, ഞാൻ നിങ്ങൾ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ, ഇവിടെ നാം സ്ത്രീയാണ്, ഇവിടെ നാം പുരുഷനാണ്. പക്ഷേ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ സ്ത്രീയുമില്ല, പുരുഷനുമില്ല. പക്ഷേ മുഖം ഇത് തന്നെയായിരിക്കും. ഓരോ ആത്മാക്കളെയും തിരിച്ചറിയാം. മോശയെയും ഏലിയാവിനെയും പത്രോസും യാക്കോബും യോഹന്നാനും തിരിച്ചറിഞ്ഞതുപോലെ അന്ന് നമ്മെ ഓരോരുത്തരെയും തിരിച്ചറിയുന്ന നമ്മുടെ മുഖം ഇത് തന്നെയായിരിക്കും. എന്നാൽ ഇന്ന് സ്ത്രീയോ പുരുഷനോ ആയിരിക്കില്ല. ഇന്ന് സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും. അവർ മോശയും ഏലിയാവും യേശുവിനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അടുത്ത വാക്യം. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അപ്പോസ്തലനായ പത്രോസ് എന്ത് പറയുന്നെന്ന് അറിഞ്ഞുകൂടാതെ പറഞ്ഞു പോകുന്ന പത്രോസ് നോക്കിയപ്പോൾ യേശു രൂപാന്തരപ്പെട്ടിരിക്കുന്നു. മോശയും ഏലിയാവിനോട് സംഭാഷിക്കുന്നു. എത്ര മനോഹരമേറിയ അനുഭവമാണ്. കർത്താവേ, നമുക്ക് താഴോട്ട് പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. അതാണ് പത്രോസ് പറയുന്നത്. അവരുടെ കാര്യം അവർ ചിന്തിക്കുന്നില്ല. കാരണം യേശുവിൻ്റെ കുടിലിൽ അവർക്ക് ഇടം കിട്ടും, അവർക്കറിയാം. പ്രിയപ്പെട്ടവർ, എന്തൊരു ശ്രേഷ്ഠമേറിയൊരു അനുഭവം. ആ അനുഭവം ഒരല്പം രുചി നോക്കിയപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇവിടെ ഇരിക്കുന്നത് നമുക്ക് നല്ലത്. നമുക്ക് അടുത്ത വാക്യം വായിക്കാം, 5-ാം വാക്യം. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവിയോടിപ്പീനെന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവര്, അപ്പോസ്തലനായ പത്രോസ് കണ്ടിട്ടില്ലാത്ത മോശയെയും ഏലിയാവിനെയും കണ്ടപ്പോൾ, അവർ യേശുവിനോട് സംഭാഷിക്കുന്നത് കണ്ടപ്പോൾ, മോശ യേശുവിന് തുല്യമായി ഈ മോശയെയും ഏലിയാവിനെയും കണ്ടുപോയി പത്രോസ്. നിങ്ങൾക്ക് മനസ്സിലാവുമോ പ്രിയപ്പെട്ടവർ? ഇപ്പോൾ യേശുവിനെ പോലെ തന്നെ യേശുവിൻ്റെ അടുത്ത് നിന്ന് ഒരേ കാര്യം സംസാരിക്കുന്ന മോശയെയും ഏലിയാവിനെയും യേശുവിനെ പോലെ തന്നെ പത്രോസ് കണ്ടുപോയി. അവിടെ സ്വർഗം ഇടപെട്ടു. ഇതാ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന് പിതാവായ ദൈവത്തിന്റെ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. പ്രിയപ്പെട്ടവര്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കും. മോശയും ഏലിയാവും ദൈവത്തിന് വേണ്ടി നിന്ന പ്രതിനിധികൾ തന്നെയാണ്, സത്യമാണ്. പക്ഷെ അവരാരും ദൈവങ്ങളല്ല, അവരാരും ദൈവമല്ല. മനുഷ്യൻ നോക്കേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്. പത്രോസേ, നീ ചെവി കൊടുക്കേണ്ടത് അവനാണ്. അവനെൻ്റെ പ്രിയ മകനാണ്. നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ഭൂമിയിലേക്ക് വന്നത് അവനാണ്. അവന് നിങ്ങൾ ചെവി കൊടുപ്പീൻ. പ്രിയപ്പെട്ടവര്, ആ കർത്താവിന് നിങ്ങൾ കർത്താവിൻ്റെ സ്ഥാനം കൊടുപ്പീൻ. ബാക്കിയുള്ളവരെല്ലാം അതിന് താഴെയാണ്. ആ സ്ഥാനത്തേക്ക് വേറെ ആരെയും കാണല്ലേ. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരു മനുഷ്യനെയും നിങ്ങൾ കാണല്ലേ. ഒരു വിഗ്രഹാരാധനയാവും. പ്രിയപ്പെട്ടവര്, എന്നാൽ ഈ മോശ ജനം മത്സരിച്ചപ്പോൾ ദൈവത്തോട് തന്നെ വ്യാപിച്ചില്ലേ, കർത്താവേ, ജനം അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മരിക്കുന്നു. ഇസ്രായേൽ പാളയങ്ങളിലേക്ക് അഗ്നിസർപ്പം കിടക്കുന്നു. കർത്താവേ, അഗ്നിസർപ്പങ്ങൾ മാറാൻ നീ മനസ്സരിയണമേ. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവര്, എന്താണ് സംഭവിച്ചത്? ആ ജനം തിന്മയിലേക്ക് തിരിഞ്ഞു. അവർ നോക്കേണ്ടവനെ നോക്കാറ്, അവർ കാണേണ്ടവനെ കാണാറ്, അവർ വിശ്വാസത്യാഗികളായി മാറിയപ്പോൾ അവരുടെ മേൽ അവകാശം പറഞ്ഞുകൊണ്ട് അഗ്നിസർപ്പങ്ങൾ അവിടെ കടന്നു വന്നു. അഗ്നിസർപ്പങ്ങളും തേളുകളുമുള്ള മരുഭൂമിയിലൂടെ ഇത്രയും കാലം യാത്ര ചെയ്തിട്ടും ഒരഗ്നിസർപ്പം പോലും അവരെ തൊട്ടില്ല. എന്നാൽ അവർ ആത്മാവിനെ തൊട്ടപ്പോൾ, അവർ ദൈവത്തിന് തുല്യമായി മനുഷ്യരെ കണ്ടപ്പോൾ കൃപയുടെ വലയം മാറിപ്പോയി. സത്യം നിങ്ങൾ അറിയുക പ്രിയപ്പെട്ടവരെ, കൃപാ വലയം നഷ്ടപ്പെട്ടു പോയി. അഗ്നിസർപ്പങ്ങളുടെ പാളയങ്ങളിലേക്ക് കടന്നു, നിർഭാരം കടന്നു, ആ ജനത്തെ കടിച്ചു. അന്നും മന്നാ തിന്നവർ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മരിച്ചു വീഴുന്നു. മോശ നെടുമ്പാട് വീണു. മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ജനം മരിക്കുന്നു, അഗ്നിസർപ്പങ്ങളെ മാറ്റണമേ. പ്രാർത്ഥിച്ചു. അഗ്നിസർപ്പങ്ങളെ മാറ്റാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. അവിശ്വാസമുള്ള ജനത്തിൻ്റെ മേൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. നിങ്ങൾ ഈ മർമ്മം ഗ്രഹിച്ചാൽ നല്ലത്. പാപത്തോട് യാത്ര പറയുമോ? ക്രിസ്തുവിലേക്ക് നോട്ടം മാറ്റുമോ? രക്ഷകനായ ക്രിസ്തുവിനെ ഇപ്പോൾ നിങ്ങൾ കാണുമോ? ഇമ്മാനുവേലാൻ ദൈവത്തെ നിങ്ങൾ വിളിക്കുമോ? അവനോടുകൂടെ ജീവിക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കുമോ? അതിനുള്ള സമർപ്പണം നിങ്ങൾക്ക് വരുമോ ഇന്ന്? അങ്ങനെയാണെങ്കിൽ കർത്താവ് വരും. പ്രിയപ്പെട്ടവര്, അഗ്നിസർപ്പങ്ങളെ മാറ്റാൻ സാധ്യമല്ല. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോശേ,
നീ പിച്ചള കൊണ്ടൊരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. അതിനെ നോക്കുന്നവനെല്ലാം രക്ഷപ്പെടും, അതിനെ നോക്കുന്നവരെല്ലാം ജീവിക്കും. സഹോദരി സഹോദരങ്ങളെ, എനിക്ക് ഈ തരുണത്തെ നിങ്ങളെ ഓർപ്പിക്കാനുള്ളൊരു സത്യമുണ്ട്. നിങ്ങൾ ഈ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവരാണോ? സത്യം തിരിച്ചറിയാതെ മയങ്ങിപ്പോയവരാണോ? പാവം മൂലം ആത്മാവിൽ മരിച്ചവരാണോ? സത്യം തിരിച്ചറിയാതെ ഇന്ന് ജീവിക്കുന്നവരാണോ? ഭയപ്പെടേണ്ട, ഒരു പിച്ചള സർപ്പമുണ്ട്, പിച്ചള ഉണ്ടാക്കിയ അഗ്നിസർപ്പമുണ്ട്. അതിലേക്ക് നോക്കി നിങ്ങൾ രക്ഷപ്പെടുക, വേറെ എങ്ങോട്ടും നോക്കരുത്. ഇത് പറഞ്ഞ മോശയിലേക്ക് നിങ്ങൾ നോക്കരുത്. അഗ്നിസർപ്പത്തെ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത മോശയിലേക്ക് അല്ല നിങ്ങൾ നോക്കണം, നിങ്ങൾ അഗ്നിസർപ്പത്തിലേക്ക് നോക്കുക. അവിടെയും ബുദ്ധിയുള്ളവരുണ്ടായിരുന്നു, തന്ത്രശാലികളുണ്ടായിരുന്നു. അവർ പറഞ്ഞു, അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ വിഷം എൻ്റെ ശരീരത്തിലൂടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് മരുഭൂമിയിൽ ഉയർത്തി നാട്ടിയിരിക്കുന്നതായ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ എന്ത് പ്രയോജനം? ഇത് മൗഢ്യമല്ലേ? ഇത് യുക്തിക്ക് നിരക്കാത്തതല്ലേ? ഞാൻ നോക്കുകയില്ല. ആരൊക്കെ നോക്കിയില്ല അവരൊക്കെ മരിച്ചു, ആരൊക്കെ നോക്കിയോ അവരെല്ലാം ജീവിച്ചു. സഹോദരി സഹോദരങ്ങളെ, ഇപ്പോൾ എനിക്ക് നിങ്ങൾക്കുള്ള ജോലി എന്താണ്? അതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി വഴിയൊരുക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. വേറെ ആരുമല്ല. സ്വർഗത്തിലെ വേറെ ആരെയും ആക്കിയിട്ടില്ല. ഈ തലമുറയിൽ ജീവന്റെ വചനം കേൾക്കുന്ന ഞാനും നിങ്ങളുമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കേണ്ടത്. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട. എന്താണ് നാം ചെയ്യേണ്ടത്? മകനെ, അഗ്നിസർപ്പത്തിലേക്ക് നോക്കുക. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ അവിടെ കിടന്ന് മരിക്കാതെ നീ വേഗം അഗ്നിസർപ്പത്തിലേക്ക് നോക്കുക. സ്തോത്രം. അഗ്നിസർപ്പത്തിലേക്ക് നോക്കിയാൽ നീ രക്ഷപ്പെടും. പിച്ചള ഉണ്ടാക്കിയ അഗ്നിസർപ്പം, ക്രൂശിക്കപ്പെട്ടവനായ നസ്രായനായ യേശു, അവനത്രേ ഏകരക്ഷകൻ. പാപിക്കും സ്വർഗത്തിലെ ദൈവത്തിന്റെ മധ്യത്തിൽ മറുവിലയായി ഒരേ ഒരുവൻ, അത് കർത്താവായ യേശു ക്രിസ്തു അത്രേ. അവൻ്റെ ആത്മാവാണ് നിങ്ങളോട് വാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെല്ലാം അവങ്കിലേക്ക് നോക്കും. അത് തന്നെയാണ് പിതാവായ ദൈവം മരുഭൂമിയിൽ വെച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ, അവൻ്റെ വചനം ശ്രദ്ധിപ്പീൻ. ബാക്കിയെല്ലാം നിങ്ങൾ മറക്കുക. പ്രിയപ്പെട്ടവരെ, അന്ത്യകാല ലക്ഷണമായി കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ പേരെടുത്ത് അനേകരും വന്ന് നിങ്ങളെ തെറ്റിക്കും. ഭാവി കാണുന്നവൻ, അന്ത്യം കാണുന്നവൻ, ആരെയും അന്തവുമായവൻ, ആരെയും അന്തമില്ലാത്ത അന്തവുമായവൻ, അവൻ പറഞ്ഞു, സ്തോത്രം, അന്ത്യകാലത്ത് എൻ്റെ പേരെടുത്ത് പലരും വന്ന് നിങ്ങളെ തെറ്റിക്കും. ഞാൻ പറഞ്ഞതല്ല, ഭാവി കാണുന്നവൻ കണ്ടുകൊണ്ട് പറഞ്ഞു. അപ്പോസ്തലനായ ശീമോൻ പത്രോസിനെ ആദ്യമായി കർത്താവ് കണ്ട ദിവസം സഹോദരനായ അന്ത്രയോസാണ് പത്രോസിനെ കൊണ്ടുവന്ന് കർത്താവിന് മുമ്പിൽ കൊണ്ട് നിർത്തിയത്. ശീമോൻ പത്രോസിനെ കർത്താവ് നോക്കി, നീ ശീമോനാകുന്നു, നീ പത്രോസാകുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ പത്രോസിന്റെ അന്ത്യം കണ്ടവനാണ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇതെൻ്റെ ഹൃദയത്തോട് വാരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എൻ്റെ അന്ത്യം കണ്ടവനാണ്, മുഴുവൻ അറിയുന്നവനാണ്, അടിമുടി നിന്നെ അറിയുന്നവനാണ്, നിന്റെ പ്രകൃതം അറിയുന്നവനാണ്, നിന്റെ ബലഹീനതകൾ അറിയുന്നവനാണ്, നിന്റെ വീഴ്ചകൾ അറിയുന്നവനാണ്, നിന്നോട് സഹതാപം കാണിക്കുന്നവനാണ്, പുരുഷാരത്തെ കണ്ട് മനസ്സറിയുന്നവനായ കർത്താവ് ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും നോക്കി സഹതാപത്തോട് നോക്കുന്നുണ്ട്. രക്ഷയുടെ മാർഗം നിന്റെ മുമ്പ് ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്. നിനക്ക് രക്ഷിക്കപ്പെടുവാൻ, ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ ആകുവാൻ വേണ്ടതെല്ലാം ഞാൻ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുക, വിശ്വാസത്തോടെ നോക്കുക. പ്രിയപ്പെട്ടവർ, അന്ന് പിച്ചസർപ്പത്തിലേക്ക് നോക്കിയാൽ രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ആരെല്ലാം ആ മോശയുടെ വാക്ക് കേട്ട് പിച്ചസർപ്പത്തിലേക്ക് നോക്കിയവരെല്ലാം രക്ഷപ്പെട്ടു. മോശയിലേക്ക് നോക്കിയവരല്ല, മോശ പറഞ്ഞ വാക്ക് കേട്ട് പിച്ചസർപ്പത്തിലേക്ക് നോക്കിയവർ രക്ഷപ്പെടും. നിങ്ങളോട് വചനം പറയുന്നത് ഏത് കഴുതയാണെന്ന് നിങ്ങൾ നോക്കണ്ട. കർത്താവ് ഏതെങ്കിലും കഴുതയെ ഉപയോഗിക്കട്ടെ. പറയുന്ന വചനം ആരുടേതാണെന്ന് നോക്കുക. അത് ഞങ്ങളുടെ ആരുടേതുമല്ല. സ്വർഗനിത്യനായ ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനം. ആരിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആരിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു.
അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. മറക്കരുത്. എന്തിനാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്? ജീവനില്ലാത്ത നിനക്ക് ജീവൻ തരാൻ. അക്ഷസർപ്പത്തിന്റെ കടിയേറ്റ് മയങ്ങിക്കിടക്കുന്ന നിനക്ക് ജീവൻ തരാൻ, നിനക്ക് നിത്യജീവൻ തരാൻ, വിശ്വാസത്തിന്മേൽ നിനക്ക് ദാനമായി തരാൻ അവരിതാ വന്നു നിൽക്കുന്നു, നിങ്ങളെ വിളിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടു കവിണ്ണു വീണു. യേശു അടുത്തിയെന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. സ്തോത്രം. എന്തെല്ലാം മർമ്മങ്ങളുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവർ കവിണ് വീണു, ഭയപ്പെട്ട് കവിണ് വീണു. യേശു അടുത്തിയെന്നവരെ തൊട്ടു. എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. ദൈവത്തിലെ തന്റെ മരണസമയത്ത് നിനക്ക് കാണാൻ ഒരുവനേ ഉള്ളൂ, നിന്റെ അടുത്ത് നിൽക്കാൻ ഒരുവനേ ഉള്ളൂ. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയും 23-ാം സങ്കീർത്തനത്തിൽ, കൂരിരൽ താഴെ കൂടെ നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. മരണനിഴലിലും താഴ്വരയിലും കൂടെ ഇരിക്കുന്നവനായ ദൈവം. അവരെല്ലാം വേറെ ആരെയും കാണുകയില്ല. തലപൊക്കിയാൽ അവൻ മാത്രം. സഹോദര, തലപൊക്കി നോക്കുക. പിച്ചസർപ്പത്തിലേക്ക് നോക്കുക, ക്രൂശിലേക്ക് നോക്കുക. പാപത്തിന് പരിഹാരം കൊണ്ടൊന്ന് ഒഴുകി വരുന്നുണ്ട്. ആ തിരക്തത്തിൽ ആശ്രയിക്കുക. ഇപ്പോൾ നിനക്ക് വേണമെങ്കിൽ ആശ്രയിക്കാം. നിന്റെ ഈ കർത്താവ് തള്ളിക്കളഞ്ഞിട്ടില്ല. നീ ഇന്ന് മടങ്ങി വരുമെങ്കിൽ ഇസ്രായേൽ കന്യകേ മടങ്ങി വരിക. നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക. നിന്റെ കുറ്റം നീ ഏറ്റു പറഞ്ഞുകൊണ്ട് വരിക. പാപത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് വരിക. വേറെ ഒന്നും നീ ചെയ്യണ്ട. ഒരു വിശ്വാസിയായി വരിക. എല്ലാം ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ ആർക്ക് പങ്കുണ്ടാകും? അവൻ നിഴലെത്രേ നാം മരുവമലയിൽ കാണുന്നത്. 3 ശിഷ്യന്മാർ ആ കാഴ്ച കണ്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളാരെല്ലാം കാണുന്നുണ്ട്? ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം അത് ആത്മാവിൽ കാണാൻ കഴിയുന്നുണ്ട്? അത് കാണുന്നവരാണ് ഭാഗ്യശാലികൾ. കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി നാം മനോഹരമായി ഒരുങ്ങേണ്ട സമയമാണ്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും: നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എന്തൊരു പ്രത്യാശയാണ് പ്രിയപ്പെട്ടവര്! അപ്പോസ്തലനായ പൗലോസിന്റെ പ്രത്യാശ എന്താണ്? ഒരു കാലത്ത് മതഭ്രാന്ത് പിടിച്ച് ദൈവമക്കളെ കൊന്നൊടുക്കിയവൻ, അവരെ പേടിപ്പിച്ചവൻ, വലിച്ചിഴച്ച് ജയിലടച്ചവൻ, അവർക്കെതിരെ തന്റെ യൗവന ശക്തി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഓടി നടന്നവൻ, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കാൻ തന്നെ ദമസ്കോസിലെ പടിവാരക്കൽ വെച്ച് കർത്താവിന്റെ ശബ്ദം കേട്ടവൻ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അവനെ രൂപാന്തരപ്പെടുത്തിയ കർത്താവിനോട് സംസാരിക്കുന്നു. ശൗലിനെ പൗലോസാക്കി മാറ്റിയവൻ എന്നോട് സംസാരിക്കുന്നു. ആ പൗലോസിന്റെ പ്രത്യാശ എന്താണ്? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. സ്തോത്രം. ദൈവം സൃഷ്ടിച്ച ആദാമിനെ സൃഷ്ടിച്ച അതേ അവസ്ഥയിൽ ദൈവം നിന്നെയും രൂപാന്തരപ്പെടുത്തിയെടുക്കും. നീയും തേജസ്സിൽ വെളിപ്പെടും. എന്താണ് പറയാൻ കാരണം? നിത്യനായ ദൈവം ലോകാരംഭങ്ങൾക്ക് മുമ്പേ എന്നെയും നിങ്ങളെയും കണ്ടതാണ്. അതുകൊണ്ടാണ് കർത്താവ് വെളിപ്പെടുമ്പോൾ നിങ്ങളും വെളിപ്പെടുമെന്ന് പറഞ്ഞത്. അന്നേരം നിങ്ങൾ ഉണ്ടായി വന്നവരല്ല. ലോകാരംഭങ്ങൾക്ക് മുമ്പേ അവൻ നമ്മെ കണ്ടു. നമ്മെ ഓരോരുത്തരെയും അവൻ ആത്മാവിൽ കണ്ടു. ആ കാഴ്ച അവൻ കണ്ടുകൊണ്ടാണ് അവൻ ലോകത്തെ സൃഷ്ടിച്ചത്. ആരെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്, വെളിച്ചം സൃഷ്ടിച്ചത്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചത്, ഭൂമിയെയും സമുദ്രത്തെയും സൃഷ്ടിച്ചത്, അതിലെ സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത്. ആർക്ക് വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി. അവൻ്റെ സ്നേഹം എത്രയോ വലുത്! എന്തിന്? ഈ ഭൂമിയിലെ താൽക്കാലിക വാസത്തിന് 70 ഏറിയാൽ 80 വർഷത്തെ താൽക്കാലികമായ വാസത്തിന് വേണ്ടി ഇത്രയേറെ സൃഷ്ടിച്ചവൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയ യെരൂശലേമിൽ സ്വർഗീയ ഭവനത്തിൽ ഒരു മനുഷ്യൻ്റെയും കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല.
അമനോഹരമായ സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്, സംശയിക്കേണ്ട. അനന്തം തേജസ്സിൽ വെളിപ്പെടും വ്യക്തമായി നിങ്ങൾ കേട്ടു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിൽ ഇരുന്നു കൊണ്ട് ഒരു കാഴ്ച കണ്ടു. എന്താണത്? വെളിപ്പാട് 1:16. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. തേജസ് നിങ്ങൾക്ക് മനസ്സിലായോ? അതേ തേജസ്സിലേക്കാണ് എന്നെ നിങ്ങളെ ദൈവം നടത്തുന്നത്. എന്നെ തരംതാഴ്ത്തിയിരിക്കുന്ന സഹോദര, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആശയം എത്ര വലുതാണെന്ന് നിനക്കറിയാമോ? ദൈവം നിന്നെ എത്ര ഉന്നതമായ സ്ഥാനത്തേക്കാണ് വിളിക്കുന്നത് നിനക്കറിയാമോ? സ്തോത്രം. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അതേ തേജസ് നിനക്ക് തരുവാൻ ഇന്ന് അവൻ അധ്വാനിക്കുന്നു. നമുക്ക് വീണ്ടും വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം വിശദീകരിക്കും: മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ദൈവമക്കളെ, ഓരോ രാത്രി മുഴുവൻ എന്ന് പറഞ്ഞാലും തീരാത്ത പോലുള്ള മർമ്മങ്ങൾ എവിടെയുണ്ട്? മൂടുപടം നീങ്ങിയ മുഖത്ത് സീനായി മലയുടെ മുകളിലേക്ക് കയറിപ്പോയ മോശ ദൈവത്തോടുകൂടെ 40 ദിവസം അവിടെ ഇരുന്നിട്ട് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖത്തെ ശോഭ കണ്ട് ഇസ്രായേൽ ജനം പറഞ്ഞു, അയ്യോ, ഞങ്ങൾക്ക് ഇതിൻ്റെ മുഖത്തേക്ക് നോക്കാൻ മേല, ഞങ്ങൾക്ക് ഇതിൻ്റെ മുഖം കാണാൻ വയ്യ. ആ തേജസ് ദൈവത്തോടുകൂടെ 40 രാവും 40 പകലും സീനായി പർവ്വതത്തിലിരുന്ന മോശയുടെ മുഖത്തേക്ക് നോക്കാൻ ജനത്തിന് കഴിഞ്ഞില്ല. മോശ മൂടുപടം കൊണ്ട് തന്നെ മൂടി. പ്രിയപ്പെട്ടവരെ, ആ തേജസ് എന്താണ്? ഈ ഭൂമിയിൽ ശുശ്രൂഷിക്കുന്ന മനുഷ്യ, നീ ദൈവത്തിൻ്റെ തേജസ് നീ കണ്ടിട്ടുണ്ടോ? മഹാപുരോഹിതന്മാർ അതിവിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ചില സമയങ്ങളിൽ അവർ മൂടുപടം കൊണ്ട് മൂടും തല. ചിലപ്പോൾ ആ മൂടുപടം മാറ്റും. ഞാൻ എൻ്റെ മാർമിക വശത്തിലേക്ക് കടക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തു എന്ന മണവാളന് ഇറങ്ങി വരുമ്പോൾ മണവാട്ടി സഭ തന്നെ മൂടുന്നു. മണവാളൻ്റെ മുൻപിൽ നാമെല്ലാം മണവാട്ടികളാണ്, നിസ്സാരരാണ്. എലയാസാർ ഒരുക്കിക്കൊണ്ടുവരുന്ന ഒട്ടകത്തിൻ്റെ പുറത്തിരിക്കുന്ന റിബേക്ക ആ പുരുഷന് ആരെ ഇനി ഒരുക്കുമ്പോഴാകും നിന്റെ മണവാൾ എന്ന് പറയുമ്പോൾ അവൾ മൂടുപടം കൊണ്ട് തന്നെ മൂടി. ഇതെല്ലാം നിഴലാണ് പ്രിയപ്പെട്ടവർ. ദൈവത്തിൻ്റെ സ്തോത്രം. ആ തേജസ്സേറിയ കർത്താവ് അവനോട് ഇരുത്താൻ നമ്മളെ അധ്വാനിക്കുന്നു. മൂടുപടം നീങ്ങിയ മുഖത്ത്. എന്നാൽ ഇപ്പോൾ ആ തേജസ് കാണാൻ നിനക്ക് മൂടുപടം മാറ്റണ്ട. സ്തോത്രം. എല്ലാവരും ആ തേജസ് പ്രാപിച്ചവരാണ്. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ ക്രിസ്തുവിനോടൊപ്പം തേജസ് പ്രാപിച്ചവരാണ് കൂടെ നിൽക്കുന്നത്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഞാൻ നിങ്ങളും ആരായി തീരേണ്ടവരാണ്. ഇവിടെ തമ്മിലടിച്ചും വർക്കിച്ചും കൈ ചൂണ്ടിയും പ്രിയപ്പെട്ടവര് 100 രൂപയ്ക്ക് വേണ്ടി കത്തിയെടുത്തും കോടതി കയറി ഇറങ്ങി നടക്കേണ്ടവരാണോ ക്രിസ്ത്യാനി? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കോടതിയിലേക്ക് പോകേണ്ടവരാണോ വിശ്വാസി? ഇതാണോ നമുക്കുള്ള സ്ഥാനവും മാനവും? ഇതാണോ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്? കർത്താവിൻ്റെ ദാനമായി തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടേണ്ടവരാണ്. ക്രിസ്തുവിനെ അതേ പ്രതിമയായി. അതാണ് ഇവിടെ വായിച്ചു കേട്ടത്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി ഞാൻ നിങ്ങളുമാരായി തീരേണ്ടവരാണ്. എന്നെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ പ്രതിച്ഛയായാണ് നമ്മൾ കാണേണ്ടത്. അത് പുറമേയുള്ള സൗന്ദര്യത്തിൻ്റെയോ വെളുവെളുപ്പിൻ്റെയോ കാര്യമൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ആത്മാവിൻ്റെ സൗന്ദര്യം. പ്രിയപ്പെട്ടവരെ, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. ഇതെങ്ങനെ കിട്ടും? മോശ ചൂണ്ടുപലകയായി നിൽക്കുന്നുണ്ട്.
ഞാൻ 40 ദിവസം ദൈവസന്നിധിയിൽ രാവും പകലും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മുഖാമുഖം നോക്കിയിരുന്നു. അവൻ്റെ വചനം കിട്ടിയപ്പോൾ എൻ്റെ മുഖത്ത് തേജസ് പ്രകാശിച്ചു. സഹോദരി സഹോദരികളെ, എനിക്ക് നിങ്ങൾക്ക് ഒരേ തേജസ് തരുവാൻ ഇന്ന് കർത്താവ് അധ്വാനിക്കുന്നുണ്ട്. എങ്ങനെ കിട്ടും? നമുക്കറയിൽ കിടക്കാം, വാതിലടയ്ക്കാം, രഹസ്യങ്ങൾ കാണുന്ന പിതാവിനുസരി നമുക്ക് മുഴങ്കാൽ മടക്കാം, നമുക്ക് ഉയരത്തിലേക്ക് നോക്കാം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശത്തിനായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കൃത്യമാണ് വചനം. കർത്താവിലേക്ക് നോക്കാൻ സമയമായോ? സഹോദരാ, നീ മറ്റുള്ളവൻ്റെ കുറ്റം നോക്കി നടക്കല്ലേ. സ്ഥാനമാനങ്ങളുടെ പുറകെ നീ പോകല്ലേ. ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കൂ. അവൻ്റെ തിരുമാർവിലേക്ക് നോക്കൂ. അവൻ്റെ കൈകളിലേക്ക് നോക്കൂ. ആണിപ്പെടുത്തുള്ളതായ അവൻ്റെ കൈകളിലേക്ക് നോക്കൂ. നിന്നെ അനുഗ്രഹിപ്പാൻ, നിന്നെ കഴുകുവാൻ, നിന്നെ ശുദ്ധീകരിക്കുവാൻ വന്നു നിൽക്കുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ, പ്രിയപ്പെട്ടവരെ, ആ തേജസ്സും നിങ്ങൾക്ക് പകർന്നു തരും. ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് ആവശ്യമായ കൃപ നിങ്ങൾക്ക് പകർന്നു തരും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ, തലകളെ വണക്കാം. നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്താം. കർത്താവേ, ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ തുറന്നു വെച്ചുകൊണ്ട്, ഞങ്ങളുടെ വായെ ഞങ്ങളുടെ വിസ്താരത്തിൽ തുറന്നുകൊണ്ട് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ താണിരിക്കുന്നു. അനുഗ്രഹിക്കണമേ. തൃക്കരം ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കണമേ. സമർപ്പിച്ച ദൈവമക്കളുടെ മേൽ കർത്താവേ അവിടുത്തെ കൃപ പകരണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ശത്രുവിനെ ബലസിച്ചകറ്റണമേ. അധികാരമുള്ള ദൈവോത്തര അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അവിടുന്ന് ഞങ്ങളെ ഭരിക്കണമേ, നയിക്കണമേ, നിയന്ത്രിക്കണമേ. രണ്ടാമത്തെ വരവിനായി, ഒന്നാമത്തെ പുനരുത്ഥാനത്തിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. മാനവും മഹത്വം അവിടുന്ന് എടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.